ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അവരെല്ലാം കൂടെ കണ്ടോ നല്ല വട്ടത്തിലിരുന്നാണ് അവർ ആഹാരം കഴിക്കുന്നത്. സൂപ്പർ. ഇവരെ ഫുഡൊക്കെ എന്താണ് നമ്മൾ നോക്കാം. ഇത്ര ജോദാ കറി പൂരാ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വന്ന കേട്ടോ. ഇതാണ് നമ്മൾ ഭക്ഷണം. പൊറോട്ടയ്ക്ക് 2 മുട്ടക്കറിയൊക്കെ ഉണ്ട്. നമ്മൾ പൊറോട്ട മുട്ടക്കറി എന്നാ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ വേണ്ട എന്തൊക്കെയോ കറി. ഇതൊക്കെ എന്ത് കറിയാന്നൊരു ഐഡിയ ഇല്ലല്ലോ. ജോൺസൺ മാഷേ भैया ये क्या है? ये क्या है? ये से अच्छा है. नाम क्या है? नाम ये 15 से എന്നൊക്കെ പറയാം. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട്? ഇത് കണ്ട് പൊറോട്ടയുടെ കറി ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കറി കാണുന്നേ. ഇതെങ്ങനെ ഉണ്ട്? ഇതെങ്ങനെ ഉണ്ടാവോ? പിങ്ക് കളറുള്ള ഒന്ന് കഴിച്ചു നോക്കി. എന്താന്ന് കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറഞ്ഞ? എന്തെങ്കിലൊക്കെ ആയി വിശന്നിട്ട് വയ്യ. പൊറോട്ടയുടെ കുടിക്കുന്നേടാ. കൈസ എങ്ങനെയാ? കുടിക്കുന്നതാണോ അച്ഛാ? പൊറോട്ടയുടെ ഇതൊക്കെ എങ്ങനെ കോരി കുടിക്കും? ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത് കേട്ടോ. ഇതെന്താ അറിയാം, എല്ലാം വെള്ളമാണ് കേട്ടോ. പൊറോട്ട മാത്രം കഴിക്കാം, മുട്ടക്കറി കുഴപ്പമില്ല. അപ്പം നമുക്ക് പൊറോട്ടയും മുട്ടയും കഴിക്കാം. ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങളുണ്ട് കഴിച്ചിട്ട് ചുമ വരുന്നോ? ഓരോ നാട്ടിലും ഓരോ വെറൈറ്റി ഫുഡല്ലേ കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. എങ്ങനെയുണ്ട് ജോൺസൺ മാഷ? എന്ത് മോരാണോ അത്? ഒന്നും മനസ്സിലാകുന്നില്ല രുചിച്ചിട്ട്. സൂപ്പ് പോലെ ഉണ്ടോ? ആ എന്തെങ്കിലും ആയി അല്ലേ, കഴിക്കാം. അപ്പോൾ നമ്മൾ കണ്ടേ ഇവിടെ നിന്നാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇത് ഒരു ദാബ അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ നടന്ന് വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. കാരണം ഇവിടെ അടുത്തുനിന്ന് ഒരു ഹോട്ടലുകൾ പോലും ഇല്ല കേട്ടോ. ബൈപ്പാസ് റോഡാണ്. ഇനി നമുക്ക് നേരെ 1 കിലോമീറ്റർ, നല്ല വെയിലാണല്ലോ, 1 കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് നേരെ കമ്പനി പോയി അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നടന്ന് ഞങ്ങൾ കമ്പനിയിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഫാക്ടറി. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചായിരുന്നു. നമ്മൾ വണ്ടി ഇതുകൊണ്ട് അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ഒരു സ്ഥലത്താണ്, ഫുള്ള് കരിമ്പ് തോട്ടവും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലത്താണ് ഈ ചെറിയൊരു ഫാക്ടറി ഉള്ളത്. നമ്മളെ ഭയ്യ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഭയ്യ ഓക്കെയാ? അപ്പോൾ അതെ നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അൺലോഡിങ് എന്തായാലും നോക്കട്ടെ. ഒന്നും ആയിട്ടില്ല കേട്ടോ, പകുതി പോലും ആയിട്ടില്ല. പ്ലൈവുഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനം സബ് നെയ്യ് പൂരാ നെയ്യോ ഇത്ര ജാഥ ബാക്കിയേ. ഇവിടെ ഇച്ചിരി സ്ലോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഇറക്കിയെടുത്ത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരുന്നേ. അതേപോലെ ഈ ലോഡ് ഇറക്കുന്നതിന് ഇവർക്ക് നമ്മൾ ചായ കുടിക്കാൻ പൈസ കൊടുക്കണം, 200 രൂപ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫാക്ടറി. ഇതിനകത്താണ് നമ്മൾ ലോഡ് ഇറക്കുന്നത് കേട്ടോ. ചെറിയൊരു ഫാക്ടറിയാണ്. ഇവിടെ അതിൻ്റെ കണ്ടോ ഈ പ്ലൈവുഡ് വെച്ചിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. തടിയൊക്കെ വെച്ച് ഓരോരോ പെട്ടി ബോക്സുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പാർസൽ ബോക്സുകളൊക്കെ കേട്ടോ. അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഇതെല്ലാം തീരണ്ടേ. നമ്മളെ ബെൽറ്റ് എല്ലാം മടക്കി വയ്ക്കുവാണ്. അതേപോലെ നമ്മളെ നമ്മളെ ഗൈഡാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ പുള്ളി അവിടെ ഇറക്കണം. പുള്ളി നമ്മളെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് ആ പ്ലാസ്റ്റിക്കൊക്കെ, ഇത് നമ്മളെ വണ്ടിയിൽ കിടന്ന പ്ലാസ്റ്റിക്കാണ്, അതെല്ലാം മടക്കി. മഴ പെയ്ത് കഴിഞ്ഞാലേ പിന്നെ അത് ബുദ്ധിമുട്ടാവും. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ ഇതെടുത്തങ്ങ് ഇടും മേളിലെ. ഞാൻ ആ സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് മടക്കി വെക്കട്ടെ. ഈ ബെൽറ്റും മടക്കി വെച്ച് ബാക്കി കുറച്ച് ബെൽറ്റും കൂടെ ഉണ്ട്, അതെല്ലാം മടക്കി വെക്കണം. നല്ല മനോഹരമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്തൊക്കെയാണെങ്കിലും. ആ തൽക്കാലം എവിടെയാണെങ്കിലും ഭയ്യ നമ്മളെ കൂടെ കൂടി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലോഡൊക്കെ ഇറക്കി നമ്മളെ വണ്ടി തൊണ്ടേ കാലി വണ്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. തിരിച്ച് നാട്ടിലേക്ക് നമ്മൾ ആലുവയ്ക്ക് ഒരു ലോഡ് പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര തന്നെയാണ് ലോഡ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി കാലി വണ്ടിയായി. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് ഒരു 36 കിലോമീറ്റർ ഇവിടുന്ന് പോകാനുണ്ട്. പെട്ടെന്ന് പോകണം, കാരണം 5 മണിക്ക് മുമ്പേ എത്തിയാലേ ഇന്ന് കയറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പാടാവും. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു 2000 രൂപ എണ്ണ അടിച്ചു, ഒന്നുമില്ല കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുളിക്കാൻ വേണ്ടി 2000 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളെ ഭയ്യാജി ബായ് ബായ്. അപ്പോൾ നമ്മളെ ഭയ്യാജി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 36 കിലോമീറ്റർ ആയതുകൊണ്ട് ഭയ്യയ്ക്ക് വരാൻ പറ്റത്തില്ല. വരുന്നതിന് നമ്മൾ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ, പാവം പിടിച്ചാണ്. ഓക്കെ ബായ്, ശരി. അദ്ദേഹം ഭയങ്കരമായിട്ട് ഗൈഡാണ് കേട്ടോ. നമ്മളെ ഗൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇജാതി ഗൈഡ്.
വണ്ടി എവിടെ ഓടിക്കണം എവിടെ തിരിക്കണം എന്നൊക്കെ നമ്മളെ ഡ്രൈവറിനെക്കാളും നിശ്ചയമാണ് അല്ലേ? ശ്രദ്ധിച്ചില്ലേ അത്? ചലേക്കാ ഓക്കെ അല്ലേ? സൈഡെല്ലാം ഓക്കെ അല്ലേ പയ്യാജി? എന്താ തിരിക്കാനൊക്കെ പറയുന്നുണ്ടോ? ഭയങ്കര ഭയങ്കര പയ്യാണ് കേട്ടോ. അങ്ങ് കൊണ്ടുപോയാലോ എന്നുണ്ട് നാട്ടിലോട്ട് അല്ലേ? വയ്യ നമ്മളെ രാവിലെ കണ്ടപ്പോൾ നമ്മളെ വയ്യ നമ്മളടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി 1000 രൂപയ്ക്ക് ജോലി ചെയ്യും, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ 2 അടിക്കുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളിവിടെ വന്ന് നമ്മളിവിടെ ലോഡൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ പോയപ്പോഴാണ് അതൊരു ബാറിലാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന് വിട്ടത് ബാറിലായി പോയി. അങ്ങനെ വയ്യ രാവിലെ ഒരു 90 മില്ലി അടിച്ച് അല്ലേ? എന്നിട്ട് ഇപ്പം എന്താ വീണ്ടും നമ്മൾ അവിടെ തന്നെ കൊണ്ട് ഇറക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ ഇവിടുന്ന് പോകുന്ന സ്ഥലം 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിയെ കൂടെ വിളിച്ചുകൊണ്ട് പോയാലും തിരിച്ചു വരുന്ന ഈ വഴിയല്ല. മാത്രമല്ല പുള്ളിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യണം. പുള്ളി 1000 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്കിപ്പോൾ അത്രയും ചിലവാകാനൊന്നുമില്ല. പിന്നെ നമുക്ക് മാപ്പിട്ട് തന്നെ പോവാം. ഇവിടെ വെച്ചാൽ നമ്മൾ സിറ്റിക്കകത്ത് വെട്ടതുകൊണ്ടാണ് നമ്മൾ ഗൈഡിനെ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മാപ്പിട്ട് തന്നെയാണ് പോകുന്നത്. ഇതിപ്പോൾ സിറ്റിക്ക് ഔട്ടർ ആയി, ഇനിയിപ്പോൾ നമുക്ക് മാപ്പിട്ട് പോകാൻ പറ്റും. ഇതറാനാ ബാർ എന്താ ഇവരുടെ ഭാഷ എന്തായിരുന്നു? മറാഠി में क्या बोलता है? बार बार ढाबा ढाबा അത് ഹിന്ദിയല്ലേ? ധാബയിൽ തന്നെ ബാറും ധാബ. ആഹാ ഇതറേ ഇവിടെയാണ് കേട്ടോ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചത്. ഇവിടെ നമുക്ക് വയ്യ ഇവിടെ ഇറക്കാം കേട്ടോ. വയ്യ ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് വണ്ടി എടുത്തൊന്ന് പോവാം. വണ്ടി നമുക്ക് ഇവിടുന്ന് റോട്ടിൽ കയറ്റേണ്ടി വരും അല്ലേ? ഇതാണ്. ഓക്കെ ഓക്കെ ഭയ്യ ബൈ, ഫിർ മിലേഗാ. ഭയ്യാജിക്ക് ഒരു 100-150 രൂപ കൊടുക്കണം. അതുകൊണ്ട് ഇവിടുന്ന് ചില്ലറാക്കി കൊടുക്കാം കേട്ടോ. താങ്ക് യു, ഫിർ മിലേഗാ, ധന്യവാദ്. 200 രൂപ എടുത്തു കേട്ടോ. കാരണം പാവല്ലേ, നല്ല കഷ്ടപ്പെട്ട് നമ്മളിവിടെ എല്ലാത്തിനും നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ബായ് പറയണം നമ്മളെ വ്യൂവേഴ്സിന് എടുത്ത് ബായ്. പാവം പിടിച്ച് മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ആൾക്കാരെ. ഓക്കെ इधर से ऊपर है ना? हाँ आगे स्टंप रहता है। हाँ स्टंप आस्ते के आगे आता है स्टंप, वहाँ से राइट को मारने का। हाँ ठीक है हाँ ഓക്കെ ധന്യവാദ്. അപ്പോഴേ പുള്ളിക്ക് ഹിന്ദി അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. അത് പറയുന്നത് മറാത്തിയാണ് കൂടുതൽ. ഭാഷ എന്നൊരു പ്രശ്നമല്ല. എന്നാ പോയാലോ? ആ എന്താ പറഞ്ഞത്? പൈസ വയ്ക്കുമ്പോൾ ലോക്ക് ചെയ്യണമെന്ന്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്നാ പിന്നെ കയറല്ലേ? ഇവിടെ നിന്നുണ്ടോ നമ്മൾ ഈ റോഡിലെ മേളിലോട്ട് കയറണം കേട്ടോ. ഓക്കെ ഓക്കെ സന്തോഷമായി. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടല്ലേ പുള്ളി അടുത്ത് ഡീൽ ചെയ്തത്, ബാക്കിയുള്ള വണ്ടിക്കാരെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്ക് നല്ല സന്തോഷം. വണ്ടി കാലി ആയി കഴിഞ്ഞാൽ ഇനി മൊജാതി ചാട്ടം ചാടും കേട്ടോ. മാഷേ റെഡിയല്ലേ? മൊത്തം കരിമ്പ് തന്നെ, ഒന്നും വിളഞ്ഞിട്ടില്ല. അപ്പം ജോൺസൺ മാഷിന്റെ ഫോൺ എടുത്തിട്ട് നൈസായിട്ട് ആ മാപ്പം കിട്ടും, ലൊക്കേഷൻ അയച്ചു തരാം. ഒരു 38-40 കിലോമീറ്ററോളം വരും നമുക്ക് ഷുഗർ ഫാക്ടറിയിലോട്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാട്ടോ ഷുഗർ കയറ്റുന്നത്. നമ്മൾ ഒരൊറ്റ കമ്പനി നല്ല, നമ്മളിപ്പോൾ 3 വട്ടം കയറ്റി, ഇത് 3ാമത്തെ വട്ടം. 3ഉം വെവ്വേറെ കമ്പനികളിലാണ്, അല്ലാതെ ഒരേ സ്ഥലത്ത് നല്ല കയറുന്നത്. അത് 3 സ്ഥലങ്ങളാണ്. ആ എവിടെ ഇറക്കുന്ന ആള്? ഞാൻ പിരിച്ച് നേരെ പോവാന്ന് വേറെ കുഴിയിലോട്ട്. പുള്ളി അങ്ങോട്ട് പോയതാ കേട്ടോ. അത് ചിരിക്കുന്നുണ്ടോ? പുള്ളി നേരെ റോഡുണ്ടെന്ന് പറഞ്ഞ് പോയതാ. പണി വാളിയാനായിരുന്നു. CNG വാഗണർ. ഹൗ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ ഉച്ചക്ക്. എന്നാ പിന്നെ അവിടെ പറയാം, ഓർത്തതും ഇല്ലല്ലോ ഞാന്. എന്നാ പിന്നെ ആ ധാബയിൽ തന്നെ കഴിച്ചാൽ മതിയായിരുന്നല്ലോ. നമുക്ക് അവിടെ നോക്കാല്ലേ, അടുത്തൊരു കട ഉണ്ടെങ്കിൽ ഒതുക്കിയിട്ടെ എന്തെങ്കിലും കഴിക്കാം. നമ്മളെ വണ്ടി ഫീൽഡിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യം പോലും നമ്മൾ മറന്നു പോകും കേട്ടോ. നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പോലും നമുക്ക് ഓർക്കത്തില്ല. വിശപ്പും ദാഹമൊന്നുമില്ല. നമ്മൾ ആ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങ് എൻഗേജ്ഡ് ആവുമല്ലേ. ആണ്ടെ നമ്മൾ ജോൺസൺ മാഷും കുളിച്ച് സെറ്റായിരിക്കുകയാണ് കേട്ടോ. കുളിച്ചപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ എല്ലാ വണ്ടി ഓടിക്കുന്നവർക്ക് ചോദിക്കുന്നതാണ് കുളിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് ഇപ്പോൾ? അടിപൊളിയായല്ലേ? ഭയങ്കര, അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്നും കുളിച്ചാലും നമുക്ക് ഈ ഒരു സുഖം കിട്ടത്തില്ല അല്ലേ? കാരണം
വണ്ടി ഓടി നമ്മൾ ടയേർഡായി 1-2 ദിവസമൊക്കെ ഇങ്ങനെ കുളിക്കാതൊക്കെ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ട് കുളിക്കുമ്പോൾ കുളിക്കുന്നുണ്ടല്ലോ, അതൊരു ഇജാതി കുളിയാണ്. എനിവേ നമുക്കിപ്പോൾ നേരെ പോവാം, നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. നമ്മളപ്പോൾ അതുകൊണ്ട് വേറൊരു ഫാക്ടറിയിൽ വന്നു കേട്ടോ, ഷുഗർ ഫാക്ടറിയിൽ. അതുകൊണ്ട് പുകയൊക്കെ പോകുന്ന കാണാം. ഇവിടെ നമ്മളെ വണ്ടി ഇതിനകത്തോട്ട് കയറ്റി. നമ്മൾ പെട്ടെന്ന് വരുമായിരുന്നു, കാരണം 5 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ കത്തിച്ചു വിട്ട് വന്നതാണ് കേട്ടോ. പെട്ടെന്ന് വന്ന് ഇതിനകത്തോട്ട് കയറ്റി, കാരണം പേപ്പറൊക്കെ റെഡിയാക്കി കയറ്റി വണ്ടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചുമ്മാ ഒരു പേരിനൊരു ബെൽറ്റ് ഇട്ടാണ്, വേറെ ഒന്നല്ല, ഒരു സേഫ്റ്റിക്ക് ഒരു ബെൽറ്റ് ചുമ്മാ ഇട്ടതാണ്. കാരണം ഹൈഡക്കിൻ്റെ 1-2 ഇതില്ലേ നട്ടും ബോൾട്ടും കാണുന്നില്ല, അത് ഊരിപ്പോയി. അപ്പോൾ അതിന് പകരം ഈ ബെൽറ്റ് അങ്ങ് ഇട്ടാലേ ഹൈഡക്ക് സ്ട്രോങ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. വണ്ടി BS6 വണ്ടിയുടെ കുഴപ്പങ്ങൾ പലതുണ്ട് കേട്ടോ. ഇലക്ട്രിക് സൈഡൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചില സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഒന്നും ഓണാവുക എന്നല്ലാതെ സെൽഫ് എടുക്കുന്നില്ല, സ്റ്റാർട്ട് ഒരു റിയാക്ഷനും ഇല്ലാതിരിക്കുന്നുണ്ട് വണ്ടി. പിന്നെ കുറേ നേരം ചാവി ഊരിയിടുകയൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഒന്ന് ഷോറൂമിൽ കയറ്റി ഇതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇതൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ വരുന്ന BS6 വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇപ്രാവശ്യം പോയിട്ട് എന്തായാലും ഷോറൂമിൽ കയറ്റിയേ പറ്റും, എന്നിട്ട് ഇനി ഓടുന്നുള്ളൂ. അപ്പോൾ തന്നെ പഞ്ചസാര ലോഡ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കിലുണ്ടോ മല കണക്ക് ഇരിക്കുന്ന പഞ്ചസാര ചാക്ക്, അതിനകത്തൊക്കെ ആൾക്കാരുണ്ട്. എല്ലാം പറക്കി നമ്മുടെ ലോറിയിലകത്ത് കയറ്റുവാണ്. പകുതിയല്ല, 3/4 ഭാഗം ആയി കേട്ടോ. പടപെടാന്നാണ്, 1 മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇത് കയറ്റുകയെന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിത് കയറ്റിയിട്ട് നമുക്ക് ഇട്ടിട്ട് വേണം പോകാൻ. വേണ്ട, ഈ ഒരു മെഷീനകത്തൂടെ ഇങ്ങനെ വരും കേട്ടോ. ഇത്രയാണ് നമ്മളെ പഞ്ചസാര. അതിൻ്റെ മേളിൽ നിന്ന് ആൾക്കാർ ഉരുട്ടി തറയിലിടുകയാണ്. അത് ഈ മെഷീൻ വഴി ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോയി നമ്മൾ വണ്ടിയിലോട്ട് പോകാം. ഇതിന് ഇവർക്ക് പൈസ കൊടുക്കണം കേട്ടോ, വെറുതെ ഒന്നുമല്ല. നമ്മൾ കയറ്റുന്നതിന് നമ്മൾ വണ്ടിക്കാരാണ് പൈസ കൊടുക്കേണ്ടത്. ഏതാണ്ട് 3600 700 രൂപ എങ്ങാണ്ട് കൊടുക്കണം ഇതിന് നമ്മൾ കയറ്റുന്നതിന്. അവരിപ്പോൾ കണക്ക് കൂട്ടിയിട്ട് പറയും, അത്രയും പൈസ നമ്മൾ കൊടുക്കണം കേട്ടോ, കയറ്റ് കാശെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ചേർത്താണ് നമുക്ക് വാടക കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് കയറ്റി തീരാറായി. ഇനി നമുക്ക് കയറ്റിയിട്ട് സന്ധ്യയായി ഇപ്പോൾ തന്നെ. നമ്മളിപ്പോൾ ലോഡൊക്കെ എടുത്തിട്ട് നമ്മൾ വണ്ടിയുമായി പോവുകയാണ് കേട്ടോ. നമ്മുടെ യാത്ര ആലുവയിലേക്കാണ്. രാത്രിയായി സമയം. നമ്മൾ ലോഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇന്ന് രാത്രിത്തെ വീഡിയോകൾ വളരെ കുറച്ചേ ഉള്ളൂ. നാളെ പകൽ നമുക്ക് നമ്മുടെ തിരിച്ചുള്ള യാത്രകളൊക്കെ കാണാം. നമ്മൾ രാത്രി ഇന്ന് കുറച്ച് ദൂരം അങ്ങ് ഓടിപ്പോവാനാണ് പ്ലാന്. നമ്മളിപ്പോൾ കർണാടകയിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് ലോഡും എടുത്ത് കർണാടകയിൽ കയറി നേരെ നാട്ടിലേക്ക്. ടാറ്റ മോട്ടോഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിതാണ്ട് വണ്ടി ഒരു പെട്രോൾ പമ്പിൻ്റെ വെളിയിലായിട്ട് നമ്മൾ പാർക്ക് ചെയ്ത് കേട്ടോ. ഇവിടെ നമ്മൾ ഇന്ന് രാത്രി നമ്മളിവിടെ കിടന്നുറങ്ങാൻ പോവാണ്. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവാൻ കുറേ സമയമെടുക്കും. എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്ക് നാളെ നോക്കണം. ഇപ്പം ഞാനൊന്നും കാണിക്കുന്നില്ല, എല്ലാം നമുക്ക് നാളെ രാവിലെ നോക്കാം. നമ്മളിവിടെ അങ്ങ് കിടന്നുറങ്ങാൻ പോവാണ്. ടാറ്റ മോട്ടോഴ്സിനെ വിശ്വസിച്ച് നമ്മൾ ലേലൻ്റെ ഇവിടെ നിർത്തിയിട്ട് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തോ ഇലക്ട്രിക് പ്രശ്നമുണ്ട്. വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവുന്നില്ല. അതെന്താണെന്ന് ഞാൻ രാവിലെ കാണിച്ചു തരാം. എന്താണെന്ന് നാളെ നോക്കാം. എന്തായാലും നാളെ നമ്മൾ ലൈലൻ്റെ ഷോറൂമിലോട്ട് എന്തായാലും പോകും. ബെൽഗാവിലെ ലൈലൻ്റെ ഷോറൂമുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങട്ടെ. അപ്പം നാളെ രാവിലെ കാണാം. അതേപോലെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളെ വണ്ടിയിൽ ലോഡ് കയറ്റി നമ്മൾ ഈ താർപ്പ ഇടുമല്ലോ. താർപ്പ ഇടുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കിലെ റിഫ്ലക്റ്റിംഗ് റെഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് മറഞ്ഞു പോകും കേട്ടോ. താർപ്പയിൽ കണ്ടോ, ബാക്കിലെ റിഫ്ലക്റ്റ് സ്റ്റിക്കർ കാണാൻ പറ്റത്തില്ല. ആകതാ ഈ ഒരു പൊട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇവിടെ ഉള്ള സ്റ്റിക്കറെല്ലാം ഈ താർപ്പയുടെ അടിയിലായിപ്പോയി. ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് കാണാൻ വേണ്ടി ഇതുകൊണ്ട് ഇതെടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ അറിയാൻ പറ്റും. ദൂരെ വണ്ടി വരുമ്പോഴേ വണ്ടിക്ക് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റിയിൽ ഒരു സൈഡ് തന്നെയാണ്. ഇനി ഇവിടെ വന്ന് വണ്ടി ഒന്ന് നിർത്തിയതാണ്, പിന്നെ സ്റ്റാർട്ടാവുന്നില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങ് ഒതുക്കി. അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിതുകൊണ്ട് ഇന്നലെ ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തത്. ഞാൻ രാത്രി കാണിച്ചപ്പോൾ മനസ്സിലായി കാണത്തില്ലുണ്ട്. രാവിലെ എടുത്ത് ഇവിടെ തന്നെ കിടക്കുവാണ്. നമ്മളെ വണ്ടി സ്റ്റാർട്ടിങ് പ്രശ്നമാണ് കേട്ടോ. നമ്മളെ ജോൺസൺ മാഷു ഇങ്ങനെ നിൽക്കുവാണ്, ഞാനും ഇവിടെ നിൽക്കുവാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങൾ ഷോറൂമിൽ വിളിച്ചിട്ടുണ്ട്, ഷോറൂമിൽ നിന്ന് വരും. എന്താ കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുണ്ടോ, നമ്മൾ താക്കോൽ ഓൺ ചെയ്തു. താക്കോൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഒന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആവില്ല. നമ്മളുണ്ടോ ബാറ്ററിയുടെ സിമ്പിൾ കാണിക്കുന്നുണ്ട്.
ഓൾട്ടർനേറ്റർ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അതേപോലെ കോൾ എന്ന് പറഞ്ഞ് കാണിക്കും കേട്ടോ ഇതിനകത്ത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ സ്റ്റാർട്ട് ആവുന്നില്ല വണ്ടി. നമ്മൾ ആദ്യം വിചാരിച്ച് ബാറ്ററി ഡൗൺ ആയി, പക്ഷെ ബാറ്ററി പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ലൈറ്റുകൾ ഇതിനകത്ത് കത്തി കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടോ ഇവിടെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വാണിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഡൗൺ ആയ രീതിയിലാണ്, പക്ഷേ ബാറ്ററി പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോവാണ്. ഓൾട്ടർനേറ്റർ ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും അവർ വരട്ടെ, നമ്മളെന്തായാലും വിളിച്ചിട്ടുണ്ട്. ഇവിടെ ടാറ്റയുടെ സർവീസ് സെൻ്ററാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ടാറ്റയുടെ വണ്ടികളൊക്കെ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് തോണ്ടേ നമ്മുടെ ലാലൻഡിൻ്റെ ഷോറൂമിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. അവർ വണ്ടി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ മേശ്ശേരി ഫോൺ വിളിക്കുകയാണ് കേട്ടോ. നമ്മളെ നിലവിൽ ഒരു ബാറ്ററി ഡൗൺ ആയി കിടപ്പുണ്ട്. അതായത് റൈറ്റ് സൈഡ് ബാറ്ററി ഡൗൺ ആണ്. പക്ഷെ ബാറ്ററി ഡൗണിൻ്റെ മാത്രം ഇഷ്ടമല്ല, ബാറ്ററി ഇങ്ങനെ ഡൗൺ ആവുന്ന എന്താണെന്നറിയില്ല. പുതിയ ബാറ്ററിയാണ്. നമ്മളിപ്പോൾ ഈ ബാറ്ററി വാങ്ങിച്ചിട്ട് 3-4 മാസത്തിനകത്ത് ആയിട്ടുള്ളൂ. 3 മാസം കണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡൗൺ എന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബാറ്ററിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ വിളിച്ചിട്ട് നമുക്കൊരു ബാറ്ററി ആൾ വന്നിട്ടുണ്ട്. ബാറ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ സെൽഫ് എടുക്കുമെന്ന്. ബാറ്ററി കൊടുത്തപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി. ഓ ദൂസरा प्रॉब्लम है, बैटरी ഒക്കെ വണ്ടി സ്റ്റാർട്ട്. നമുക്ക് दूसरा प्रॉब्लम ഉണ്ട്. സൈഡ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതുണ്ട്, ഇവരിൽ സ്കാനിങ് ടൂൾ ഉണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇപ്പം നിലവിൽ ഇപ്പം ഒന്നും കത്തുന്നില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് കാണത്തില്ല, അല്ലാതെ നമ്മൾ ഓടിപ്പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഈ ആവശ്യമില്ലാത്ത കുറേ ലൈറ്റുകളൊക്കെ കത്തും. പണ്ട് ABS-ൻ്റെ ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നായിരുന്നു, ഇപ്പം അത് കത്തുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നം. स्कैनिंग किधर कंपनी का क्या तुम्हारा एक्स्ट्रा कंपनी का हमारा एक्स्ट्रा गाड़ी में एक्स्ट्रा लाइट नहीं है चेक करेंगे ഒരു മെഷീൻ വെച്ച് ചെക്ക് ചെയ്യണം കേട്ടോ. സ്കാനറാണ്, ഇതിനകത്ത് നമുക്ക് സ്കാൻ ചെയ്താൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. കാണുന്നില്ലല്ലേ, ഞാൻ എടുക്കട്ടെ. ഇതാണ് ഇതിനകത്താണ് അറിയാൻ പറ്റുന്നത്. वाटर वाटर एंड फ्यूल डायनेमिक वाटर ऑन फ्यूल फिल्टर. डीजल फिल्टर कब चेंज किया है? डीजल फिल्टर कब चेंज किया है? ഓ मेरे को पता नहीं. വാട്ടർ ഫ്യൂൽ ഫിൽറ്ററിൽ വാട്ടർ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഫ്യൂൽ ഫിൽറ്ററിൽ വെള്ളമായിട്ടുണ്ടാവും, പക്ഷെ അത് സ്റ്റാർട്ട് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ടോ എന്നറിയാൻ വയ്യ. ഇത് ബാറ്ററി എടുത്തപ്പോൾ സ്റ്റാർട്ടായി. അങ്ങനെയാണെങ്കിൽ ആ എവിടെ പോവാ? ആ പോയിട്ടോ നമ്മൾ ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വന്നിട്ട് ഇത് ഇവർ ഫ്രാഞ്ചൈസി എടുത്താന്ന് തോന്നുന്നു കേട്ടോ. ലാലാൻഡ് ഷോറൂം എന്നാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ അവർ കണക്ട് ചെയ്തിട്ടാണ് ഇത് ഈ ഒരു ഷോറൂമിൽ കൊണ്ടുവന്നത് കേട്ടോ. ഇതൊരു ചെറിയ ലൈലാൻഡ് തന്നെയാണ്, അശോക് ലൈലാൻഡ് സർവീസ് ഉണ്ടോ, ലൈ പാർട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഫ്യൂൽ ഫിൽറ്റർ അറിഞ്ഞാൽ ഫ്യൂൽ ഫിൽറ്ററിനകത്ത് വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂൽ ഫിൽറ്റർ ഒന്ന് മാറേണ്ടി വരും. പക്ഷേ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. അപ്പോൾ മറ്റേ മെഷീൻ വെച്ച് നോക്കിയിട്ട് ഇലക്ട്രിക് സൈഡ് ഒരു കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നില്ല. അന്നും ഒരു പിടുത്തമില്ല. എന്തായാലും ഫ്യൂൽ ഫിൽറ്റർ മാറിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്തായാലും അവരിപ്പോൾ റേറ്റ് നോക്കാൻ പോയിരിക്കുകയാണ്. റിലേ हम लोग नया डाल दिया. അപ്പോൾ ചെക്ക് കറോ നമ്മളിപ്പോൾ ലൈറ്റ് നോക്കുവാണ്. മറ്റേ ഫിൽറ്റർ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ലൈറ്റ് ഊരി ബ്രൈറ്റില് പവർ नहीं आ रहा. ഓ പവർ വരുന്നില്ല കേട്ടോ ഹെഡ് ലൈറ്റില്. ഇപ്പൊ സ്റ്റാർട്ടായി. ഡിം ബ്രൈറ്റ് नहीं है. ബ്രൈറ്റ് ഇല്ല. ഇവിടെ എല്ലാം നോക്കി കേട്ടോ, എല്ലാം ഊരിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഓണില്ലേ ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇച്ചിരി താഴെ ആയിരുന്നെങ്കിൽ ഇത് പഠിക്കുമ്പോഴേ നമ്മൾ വണ്ടിക്ക് അകത്താണ് സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ താഴെ ആണെങ്കിൽ കാര്യമുണ്ട്.
നമ്മളെ ഫീസ് ബോക്സ് ഇടയ്ക്കിടയ്ക്ക് ഊരി നോക്കലിൻ്റെ പണി. നമ്മളിങ്ങനെ ലൈറ്റിൻ്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊക്കെ കുറേയൊക്കെ ഇളക്കി നോക്കിയതാണ്. ഇതിൻ്റെ സൂപ്പർവൈസർ വന്ന് പിന്നെ കുറച്ച് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളി പറഞ്ഞപ്പോഴത്തെ ശരി കേട്ടോ. പുള്ളിക്ക് ഐഡിയ ഉണ്ട്. ഇപ്പം കത്തി കേട്ടോ. കുറേ നേരം ഇവരെല്ലാം നോക്കി. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നപ്പോഴാണ് ശരിയായത്. പുള്ളി എന്തോ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് അതിനകത്ത് കണക്ട് ചെയ്ത് കറക്റ്റ് നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അതൊക്കെ ഇലക്ട്രിക് സൈഡാണോ മൊത്തത്തിൽ ഊരി കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പം കത്തി കേട്ടോ. ഇപ്പൊ ഓക്കെ റെഡി ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് വന്നു കേട്ടോ. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നേരത്തെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് സ്റ്റാർട്ടായി ആണോ. ഇത്ര നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ചാർജ് എല്ലാം കാണിച്ചു. ഇപ്പം അടിച്ചപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. കാര്യമായിട്ടോ. അപ്പം നമ്മളെ കുറ്റമല്ലല്ലോ. അവർ ചെക്ക് കയറുക. ഇപ്പം വണ്ടി അടിക്കുമ്പോൾ ഒന്നും ആവത്തില്ല. ഒരു സൗണ്ട് പോലും ഇല്ല. ക്രാങ്ക് പോലും ആവത്തില്ല കേട്ടോ. അതെന്താണെന്ന് ഇനി കണ്ടുപിടിച്ചേ പറ്റൂ. എന്തോ ഭാഗ്യം. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഈ ലൈറ്റ് ശരിയാക്കിയിട്ട് ഇപ്പോൾ പോയനായിരുന്നു. അപ്പം അതാണ് പ്രശ്നം. അപ്പോൾ ഫ്യൂൽ ഫിൽറ്റർ മാറിയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നല്ലേ. ദൂസറ ബോട്ടിൽ എന്ത് ദൂസറ ബോട്ടിൽ അന്തരേ. ഫ്യൂൽ ഫിൽറ്റർ വരുന്നത് അതുകൊണ്ട് ഇതിനകത്താണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്യൂൽ ഫിൽറ്റർ. അപ്പോൾ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ആവാൻ ചാൻസ് ഇല്ല. നോക്കട്ടെ. ഓക്കെ भैया क्या है प्रॉब्लम है? वायरिंग है अंदर. അദ്ദേഹം വന്നേ പിന്നെയാണ് സംഭവം എല്ലാം റെഡി ആയിട്ടോ. ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അല്ല, വയറിങ്ങിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇതിന് അടിയിൽ കയറിയിട്ട് വയറിംഗ് ഒക്കെ റെഡിയാക്കിയപ്പോഴത്തേക്ക് സംഭവം സ്റ്റാർട്ടായി. സമാധാനമായി കേട്ടോ. അപ്പോൾ അറിയാവുന്നവർ തൊട്ടായിട്ടേ കാര്യമുള്ളൂ. രണ്ടാമത് നമ്മളും ഇതേപോലെ തന്നെയായിരുന്നു. ഇന്നൊന്ന് അടിച്ചു നോക്കട്ടെ. वन मोर ठीक है. लाइट 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 डालो. हेडलाइट ब्राइट लाइट सब कुछ ठीक है. एल्ला सेट है केटो. अब फ्यूल फिल्टर का प्रॉब्लम नहीं है. चेंज करना पड़ेगा. तो फ्यूल फिल्टर കൂടെ മാറിയേക്കാം കേട്ടോ. भैया आपका नाम? अल्ताफ. इधर है आदमी? इधर शंकेश्वर. KSRTC मैकेनिक. ओ KSRTC मैकेनिक है. KSRTC നമ്മളല്ല. ഓ आपका गाड़ी है. അത് ശരി. ഞാൻ കരുതി ഇവിടുത്തെ സൂപ്പർവൈസർ ആവുന്നു. सॉफ्टवेयर मारने के लिए. ये सॉफ्टवेयर नहीं चाहिए, अपडेट नहीं है. देखना पड़ेगा. ഓക്കെ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടില്ലെന്നാണ് നേരത്തെ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. അപ്ഡേറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അപ്ഡേറ്റ് അതിനകത്ത് കാണിക്കുന്നില്ല. चेंज करना पड़ेगा. ठीक है चेंज करो. हाँ ओके. वो लाइट है. दूसरा लाइट है. वो लाइट और रिले बिले निकाल दिया था ना वायरिंग की वजह से. अभी वो क्लियर करके देगा. ക്ലിയർ करने റിലേ എടുത്തുകൊണ്ടാണ് ആ ലൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഡീസൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം. സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പുള്ളിയുടെ വണ്ടി, വർക്ക്ഷോപ്പിലെ വണ്ടി. KSRTC. നമ്മളെ KSRTC പോലെ അല്ല, ഇച്ചിരി ലോ ഫ്ലോറാണ്. ആഹാ, ഇത് നല്ല സ്പേസ് ആണല്ലോ വണ്ടി. അടിപൊളി സീറ്റൊക്കെ, നല്ല സ്പേസ് സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ നയ വേർഷൻ. नया गाड़ी है. नया V6 साउंड. क्या साउंड? डीजे. BS6. ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ? അടിപൊളിയാണ്. छोटा गियर है. हमारा गियर बड़ा है. कैमरा है. ഓ ഭയങ്കര സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിക് സിസ്റ്റം ഒക്കെ पूरा आप डाल दिया. नहीं आप ड्राइवर नहीं मैकेनिक है. നമ്മളെ മീറ്റർ കൺട്രോൾ ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. നമ്മളെ അതേപോലെ തന്നെ, ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഏകദേശം സെയിം തന്നെയാണ്. ഗിയർ നല്ല ചെറിയ ഗിയർ. കംപ്ലൈന്റ്. അതിന്റെ സൗണ്ട് തന്നെ മാറ്റമുണ്ട്. അച്ഛാ BS6 చాలా केरला में नमस्कार क्या बोलते हैं? നമസ്കാരം.
नमस्कारम वणक्कम ये तमिल में बोलते हैं क्या? तमिल नहीं केरला मलयालम हाँ, वणक्कम क्या है इसमें? वणक्कम वणक्कम तमिलनाडु में बोलते हैं वणक्कम പാട്ടൊക്കെ ഇടാൻ പോകട്ടോ KSRTC സെറ്റപ്പ് പാട്ടൊക്കെയാണ് DJ ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞു आपका नाम श्रीधर दलवी श्रीधर ശ്രീധർ ആ ഹാ ഓക്കെ കണ്ടോ ഭയങ്കര സൗണ്ടും പാട്ടൊക്കെയാണ് വൻ സെറ്റപ്പ് പാട്ടോ വേണ്ട പുള്ളി പാടുന്നുണ്ടോ അതിനകത്ത് മൈക്ക് വെച്ച് പുള്ളി പാട്ട് പാടുക കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇടാൻ പറ്റത്തില്ല ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അവരെല്ലാം കൂടെ കണ്ടോ നല്ല വട്ടത്തിലിരുന്നാണ് അവർ ആഹാരം കഴിക്കുന്നത് സൂപ്പർ നമുക്ക് ലഞ്ച് ടൈമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യത്തുള്ളൂ നല്ല ഒത്തിരിമയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെയൊക്കെ എങ്ങനെ ഇരുന്ന് കഴിക്കുമോ അല്ലേ ചപ്പാത്തി എല്ലാം ഉണ്ട് നമ്മളെ ജോൺസൺ മാഷ് ഇവിടെ ബോറടിച്ചിരിക്കുകയാണ് വിശക്കുന്നില്ലേ നമുക്കിത് കഴിഞ്ഞിട്ട് പോയി കഴിച്ചാൽ പോരല്ലേ നമ്മൾ ലേറ്റായിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവരെ ഫുഡൊക്കെ എന്താണ് നമ്മൾ നോക്കാം इतना ज्यादा करी ये क्या है पूरा ये दाल है ये भाजी है ये मटकी है और ये वेज मटन है गोभी गोभी पूरा वेजिटेरियन है ये आलू और ये चपाती आगे രണ്ട് ചപ്പാത്തി അവിടെ ഉള്ളൂ ये बाकरी है ബാക്കറി ये बोलता बाकरी बाकरी रोटी 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 हाँ अच्छा जोड़द रोटी रोटी ഇത്രയും കറികളുണ്ട് കേട്ടോ वो चपाती ചപ്പാത്തി भैया नाम വിഷ്ണു 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 ആ നമ്മുടെ നാട്ടിലെ പേരുണ്ട് ഇത്രയും കറി രത്തൻ രത്തൻ ലാൽ രത്തൻ ടാറ്റ संदीप मिस्त्री സഞ്ജയ് മിസ്ത്രി രത്തൻ ടാറ്റ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാ കമ്പനിക്കാരുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഇവരിക്കുന്നൊക്കെ കാണാൻ നല്ല രസമില്ലേ ഇവരിക്കുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാവോ കാവോ आपके का क्या जिलेबी जिलेबी इधर जिलेबी के मतलब मैंने को हाँ मैंने को एक तोड़ा ठीक है जिलेबी ഒക്കെ തന്നോ അപ്പോൾ ഇതാണ് ഇവരുടെ ഇന്നത്തെ ലഞ്ച് ഇവിടുത്തെ എല്ലാവരും ഫോണും മേടിപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുഡും കഴിച്ച് കൂട്ടാൻ സോളോ ട്രാവലർ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫിൽറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനമാണ് കേട്ടോ ലൈലൻഡിൻ്റെ ഒറിജിനൽ സാധനമാണേ ഇതിൻ്റെ വില എത്രയായിരുന്നു ബ്രോ പറഞ്ഞ് ഒരെണ്ണത്തിൻ്റെ വില 3150 ഇനി ഒരെണ്ണം കൂടി ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം 4090 രൂപ കേട്ടോ ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഉണ്ടല്ലേ ദോ ഫിൽറ്ററേ അപ്പോൾ അത് അവർ ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഫിൽറ്റർ ഇതിനകത്താണ് ഇതാണ് കേട്ടോ നമ്മളെ നിന്ന് മാറിയ प्रॉब्लम है पानी है पानी नहीं है जाम है कचरा इसमें कचरा हाँ 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 ഓക്കെ ഇത് നമ്മൾ മാറിയിട്ട് നമ്മൾ പുതിയത് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് ബില്ല് വന്നിട്ടുണ്ട് 9949 രൂപ കേട്ടോ നമുക്ക് ഇത്രയും പണിഞ്ഞതിന് ഫ്യൂൽ ഫിൽറ്ററെല്ലാം മാറി ഇലക്ട്രിക് സൈഡൊക്കെ ക്ലിയർ ചെയ്ത് ലൈറ്റൊക്കെ റെഡിയാക്കി അപ്പോൾ നമുക്ക് പോകാം എന്നാൽ അപ്പോൾ ഞങ്ങളുണ്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ വന്നു വർക്കൊക്കെ കഴിഞ്ഞ് പെട്രോൾ പമ്പിൽ വന്ന് ഇവിടെ ചേർത്ത് നിർത്തിയിട്ട് നമ്മളിവിടെ ബാത്റൂമും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പൈപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് നമുക്ക് നേരെ ഇന്നത്തെ യാത്ര വിടാം ഇന്ന് നല്ല ലേറ്റായി പോയി ഒരു ദിവസം മൊത്തം ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടോ ഒരു ദിവസം മൊത്തവും നമുക്ക് വർക്ക്ഷോപ്പ് കാര്യങ്ങൾക്ക് വേണ്ടി പോയി എന്തായാലും വണ്ടി ക്ലിയർ ആയല്ലോ എന്നാൽ പിന്നെ പോവാം ഒരു കുളിയൊക്കെ കുളിച്ചപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പഴയ പോലെ ആയിട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ പോയി അത് വണ്ടി ഫീൽഡിൽ അതൊക്കെ ഉള്ളതാണ് വണ്ടി റെഡി ആയാലല്ലേ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജോൺസൺ മാഷെ പോയാലോ ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്താ പറയുക നമ്മൾ ഇന്ന് ഇത്രയും സമയം പോയതുകൊണ്ട് നാളെ സൺഡേ ആയതുകൊണ്ട് ലോഡ് ഇറക്കത്തില്ല അപ്പം ഇന്ന് നാളെയും കൂടെ ഓടിക്കഴിഞ്ഞാൽ മറ്റന്നാൾ നമുക്ക് കേരളത്തിലെത്താം നാളെ രാത്രി കേരളം ഓടണം രാത്രി ഓടിയിട്ടേ കാര്യമുള്ളൂ കേരളം അപ്പം നേരെ ഇവിടുന്ന് നമുക്ക് യൂ ടേൺ അടിക്കണം അവിടെ ഇതുണ്ടല്ലോ ബ്രിഡ്ജ് ഉണ്ടല്ലോ ബ്രിഡ്ജിൽ പോയിട്ട് യൂ ടേൺ അടിക്കണം എല്ലാം റെഡി ആയപ്പോൾ ഒരു സമാധാനം കുളിച്ചപ്പോൾ അതിനേക്കാളും സമാധാനം
നമ്മുടെ ഷോറൂമില്ലേ, ഷോറൂമിൻ്റെ തൊട്ട് ഇപ്പുറത്തായിരുന്നു നമ്മളെ പമ്പിലോട്ട് വന്നത് കേട്ടോ. ബാക്കിയൊക്കെ എന്താ, ബാറ്ററി ഓക്കെ, ഓയിൽ പ്രഷർ. ഇപ്പം ഒരു സിമ്പിൾ ഇപ്പം നിലവിൽ കാണിക്കുന്നില്ല. മറ്റേ ABSന്റെ സിമ്പിൾ കാണിക്കുമായിരുന്നു. ഇപ്പം നമ്മളെ വണ്ടിയിൽ ഒരു സിമ്പിളോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ആകെ ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്യാൻ കാണിച്ചു, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ABSന്റെ ഇതിനു മുമ്പേ കാണിക്കുമായിരുന്നു, ഇപ്പം അതുമില്ല. ഈ കാറിൻ്റെ അടുത്താണ് ഇവിടെ ലൈലൻഡിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ആ റോഡ് അവരെ ആ ഏരിയ ഒക്കെ ഇച്ചിരി ചെളിപിളിയാന്നുള്ളൂ. അവർ പണിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു തന്നു. ഇതിനകത്ത് അറിയുണ്ടോ, നല്ല കമ്പനിയായി. നിങ്ങൾ കണ്ടല്ലേ വീഡിയോയിലൊക്കെ, നല്ല നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബോർഡറാണ്, നിപ്പാനി. ഇതിപ്പം നമ്മൾ ഇവിടെ വേറെ പ്രത്യേകം എന്തറിയോ, ഇതിപ്പോൾ കർണാടകയിൽ പെട്ട സ്ഥലമാണിത്. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാം മറാഠിയാണ് സംസാരിക്കുന്നത്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഹിന്ദി സംസാരിക്കുന്നത്. ഹിന്ദിയല്ല, കന്നഡ സംസാരിക്കുന്നത്. ബാക്കി എല്ലാവരും മറാഠിയാണ് സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് യൂട്ടേൺ അടിക്കണം. ഇന്നലെ ഞങ്ങളൊരു ഭയങ്കരമായ വെപ്രാളമായിരുന്നു നമുക്ക് പഞ്ചസാര ലോഡിനെ. നമ്മളിവിടുന്ന് നാഷണൽ ഹൈവേയിലോട്ട് കയറും. ഇനി നമുക്ക് ഈ ഹൈവേ പിടിച്ച് പോയാൽ മതി. ഈ ഹൈവേ പിടിച്ച് പോയിട്ട് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ, നമ്മളിനി ധാർവാഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കർണാടകയിലെ ധാർവാഡ് വരെ നമ്മൾ ഈ റോഡിലെ തന്നെയാണ് കേട്ടോ പോകുന്നത്. പഞ്ചസാരയ്ക്ക് ബെൽറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഒരു സേഫ്റ്റിക്ക് ഒരു ബെൽറ്റ് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളൊന്ന് ഹൈഡൊക്കെ പൊക്കി വെച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര കയറ്റുന്നത്. എന്നാലും ഞങ്ങളൊരു സേഫ്റ്റിക്ക് ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന പഞ്ചസാര ചാകിൻ്റെ അവിടെ ഒരു ബെൽറ്റ് കിട്ടുന്നേ ഉള്ളൂ. ഈ പമ്പിൽ നിന്ന് ഇപ്പം എണ്ണ അടിച്ചു. ഒത്തിരി പേര് വന്ന് നമ്മളെ വണ്ടി ഏതാണെന്ന് ചോദിക്കുന്നുണ്ടല്ലേ, അത് ശ്രദ്ധിച്ചായിരുന്നോ? ഒത്തിരി പേര് ഇതേത് വണ്ടിയാന്ന്, ലൈലൻഡാന്ന് ആർക്കും വിശ്വാസമില്ല. അപ്പോൾ അതൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് കിടക്കുവാണ്. ഇനി വണ്ടി എടുക്കുക, വെച്ച് കാച്ചാന്നല്ല, നമുക്ക് ഈ റോഡും പുറത്ത് നമ്മൾ പയ്യെ ഒരു 40 ആ റേഞ്ചിലൊക്കെ 35-40 മണിക്കൂറിൽ 30 കിലോമീറ്ററാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ നമുക്ക് അങ്ങ് പയ്യെ പോകാം. മൊത്തം പൊടി കയറി കേട്ടോ. നമ്മുടെ ഇടയ്ക്ക് ഗ്ലാസ് തുറന്നിട്ട് ഓടിച്ചായിരുന്നു, അത് കാരണം മൊത്തം പൊടിയായി. സ്റ്റാർട്ട് ആവാതിരുന്നില്ലേ ആ സമയത്ത്, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം ഗ്ലാസ്സൊക്കെ തുറന്നിട്ടല്ലേ വന്നത്. അത് ബാറ്ററി ഡൗൺ ആയത് കാരണം, അത് കാരണം മൊത്തം പൊടിയായി കേട്ടോ. ഇവിടെ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചു. 15,000 രൂപ ഡീസൽ അടിച്ചു കർണാടകയിൽ നിന്ന്. ഇനി നമുക്ക് കുറച്ചും കൂടെ അടിക്കണം. മംഗലാപുരത്ത് നിന്ന് കുറച്ച് അടിച്ചിട്ട് പിന്നെ നമ്മൾ മാഹി പോയിട്ട് ബാക്കി അടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നേരെ പോവുകയാണ്. ഇനി കുറച്ച് ദൂരം ഞാൻ ഓടിക്കും. രാത്രി നമ്മളെ ജോൺസൺ മാഷ് കുറച്ച് ഓടിക്കും. ഒരു 3 മണിക്ക് ശേഷം ഞാൻ ഓടിക്കും. മാറി തിരിഞ്ഞ് ഓടിച്ച് ഫുൾ നൈറ്റ് ഓടി നാട്ടിലോട്ടുള്ള യാത്രയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അതുകൊണ്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തു. എവിടെയാണ്? ഉടുപ്പി ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.